ഇത്താ ഇന്ന് കഥയൊന്നുമില്ലേ? PC ഉള്ളൊരു കുട്ടിയുടെ കഥ പറയട്ടെ. പീരീഡ്സ് ഇറഗുലർ ആയിട്ട് ഒരു 17 വയസ്സുള്ള കുട്ടി വന്നിട്ടോ അമ്മേന്റെ കൂടെ. ആ കുട്ടി PCODക്ക് 2 വർഷമായിട്ട് ഹോർമോൺ ഗുളിക കഴിക്കുന്നുണ്ട്. ഞാൻ അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടി തീരെ മിണ്ടുന്നില്ല. അമ്മയാണ് എല്ലാത്തിനും മറുപടി പറയുന്നത്. പഠിക്കാൻ മടിയാണ്, ഫോൺ ഉപയോഗം കൂടുതലാണ്, എക്സസൈസോ ജിമ്മോ സ്പോർട്സോ ഒന്നും തന്നെ ചെയ്യാറില്ല, വീട്ടിൽ നിന്നുള്ള നല്ല ഭക്ഷണം ഒന്നും കഴിക്കത്തുമില്ല, കഴിക്കുന്നതാണെങ്കിൽ ഫുൾ ബേക്കറി ഐറ്റംസ് ആണ് കേട്ടോ. സോ അങ്ങനെ മൊത്തം ആ കൊച്ചിനെ പറ്റി അമ്മ എന്നോട് ഇങ്ങനെ കുറ്റം പറയണേ. ഇതിൽ 2 മേജർ ഇഷ്യൂസ് ആണ് ഞാൻ കാണുന്നത്. ഒന്ന്, വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ഹോർമോൺ ഗുളിക കഴിക്കേണ്ടി വരുന്ന അവസ്ഥ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, പക്ഷെ ജീവിതശൈലി മാറ്റങ്ങളൊന്നും വരുത്താതെ നമ്മൾ ആ ഹോർമോൺ ഗുളിക മാത്രം കഴിക്കുന്നത് കൊണ്ട് ദോഷമല്ലാതെ ഗുണമുണ്ടാവില്ല. 2, ആ കുട്ടിയിൽ കാണുന്ന ഡിപ്രഷൻ. PCOD ഉള്ളവർക്ക് ഓൾറെഡി ഡിപ്രഷൻ, ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിന് പുറമെ OCP എടുക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് സ്റ്റഡീസ് ഓൾറെഡി പറയുന്നുണ്ട്. ശരിയാവുമോ? അല്ല, ശരിയാവത്തില്ല. നമ്മൾ ഈ പഠനത്തിലും അല്ലാതെ ശാരീരികമായ മാറ്റങ്ങളിലൊക്കെയും വല്ലാതെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവരാണ് ഈ അഡോളസെന്റ് പോപ്പുലേഷൻ. അവർ ഇങ്ങനത്തെ ഒരു ഡിപ്രഷൻ കൂടെ കണ്ടെത്തുകയാണെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതെ അവരെ നമ്മൾ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. അതോടൊപ്പം അവർക്കൊരു കൗൺസിലിംഗ് സപ്പോർട്ടും നമ്മൾ ഒരു പ്രൊഫഷണൽ ഒരു സപ്പോർട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോഴേ നമ്മളൊരു 1/2 മണിക്കൂർ ഒരു കൗൺസിലിംഗ് സെഷനിൽ തീരേണ്ടുന്ന ഇഷ്യൂ ചിലപ്പോൾ നമ്മൾ ഇടപെടലില്ല എങ്കിൽ ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് വരെ നീങ്ങും. സോ കുട്ടികൾക്ക് ഒരു ഹെൽത്തി ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഒപ്പം അവരുടെ മാനസികാരോഗ്യം കൂടെ നമ്മുടെ ഉത്തരവാദിത്തമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ.